ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ലക്ഷ്യം വെച്ചത് ഭീകര കേന്ദ്രങ്ങളെ മാത്രമെന്ന് സൈന്യം. തീവ്രവാദികളെ ശിക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. മുംബൈ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബ്, സൂത്രധാരൻ ഹെഡ്ലി അടക്കമുള്ള കൊടും ഭീകരരെ പരിശീലിപ്പിച്ച മുരുദ്കയിലെ ഭീകര കേന്ദ്രം ഉൾപ്പെടെ 9 കേന്ദ്രങ്ങൾ തകർത്തു. കൊടും ഭീകരരടക്കം 100ഓളം തീവ്രവാദികളെ വധിച്ചുവെന്നും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് രാജീവ് ഘായ് പറഞ്ഞു. വ്യോമ നാവികസേന ഡയറക്ടർ ജനറൽമാരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. I have no doubt in my mind that we achieved total surprise, and those strikes across those 9 terror hubs left more than 100 terrorists killed, including high-value targets such as Yusuf Azhar, Abdul Malik Rauf, and Mudassir Ahmed that were involved in the hijack of IC-814 and the Pulwama blast. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, സൈന്യത്തെയോ ജനങ്ങളെയോ അല്ല, ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വെടിനിർത്തലിന് ശേഷം, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ കര വ്യോമ നാവികസേനകളുടെ ഡയറക്ടർ ജനറൽമാരും ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നത്. നേരത്തെ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ കരസേനയുടെയും വ്യോമസേനയുടെയും പ്രതിനിധികളുമാണ് ഈ പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഈ മിലിറ്ററി നടപടികളുടെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽ, അദ്ദേഹം നേരിട്ട് തന്നെ പത്രസമ്മേളനം നടത്തുകയാണ്. ഏതായാലും ആദ്യമായി ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സൈന്യം വിശദീകരിച്ചത്. കൃത്യമായി തന്നെ ഒരു കൃത്യതയോടെയുള്ള ഒരു ആക്രമണമാണ് നടന്നത്. അങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സൈന്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത്. ഭീകരവാദികൾക്കൊരു ശിക്ഷ നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അങ്ങനെ കൊടും തീവ്രവാദികളടക്കം 100ലേറെ പേരെ വധിക്കാൻ സൈന്യത്തിന് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ തെളിവുകളും സൈന്യം പുറത്തുവിട്ടു. പ്രധാനമായും ഈ മുരുദ്കെ, അതുപോലെ തന്നെ ബാവൽപൂർ എന്നീ 2 പ്രധാനപ്പെട്ട തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, അവിടെയാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും അതുപോലെ തന്നെ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബിനുമൊക്കെ പരിശീലനം നൽകിയത്. അവിടെയൊക്കെ കൃത്യമായി തന്നെ അത് തകർക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെയും അതുപോലെ തന്നെ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരന്മാരെ ആയ തീവ്രവാദികളെ അടക്കം ഈ ആക്രമണത്തിൽ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യമായി പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങളടക്കം സൈന്യം അത് പുറത്തുവിടുകയും ചെയ്തു. അത് കൃത്യമായി തന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് രാജീവ് ഘായ്, അതുപോലെ തന്നെ എയർ മാർഷൽ AR ഭാരതി, അദ്ദേഹം എയർ ഓപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ വ്യോമസേനയുടെ ഡയറക്ടർ ജനറലാണ്. അതുപോലെ തന്നെ വൈസ് അഡ്മിറൽ A പ്രമോദ്, DG നേവൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതായാലും അതിനുശേഷം ഇക്കാര്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രകോപനം ഉണ്ടാവുകയും അതിന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു എന്നുള്ള കാര്യവും കൂടി സൈന്യം ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. വ്യോമസേന കൃത്യമായി തന്നെ വ്യോമതാവളങ്ങൾ തകർത്തു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലെ 11ഓളം സൈനിക വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടു. പക്ഷേ അത് വിജയകരമായി ഇന്ത്യൻ സൈന്യം തകർത്തു. അതേസമയം അവരുടെ ഇസ്ലാമാബാദ് അടക്കമുള്ള ഇടങ്ങളിൽ ചെന്ന് വ്യോമതാവളങ്ങൾ ഇന്ത്യ തകർത്തു എന്നുള്ള കാര്യവും കൂടി സൈന്യം പറഞ്ഞു. ചുനിയൻ വ്യോമ പ്രതിരോധ കേന്ദ്രം, അതുപോലെ തന്നെ സരോദ് ഗോദ, അതുപോലെ തന്നെ റഹീം യാർ ഖാൻ എയർഫീൽഡ്, അതുപോലെ തന്നെ ഇസ്ലാമാബാദിലെ എയർഫീൽഡ് എന്നിവയാണ് തകർത്ത്. ഇത്തരത്തിൽ ശക്തമായ ഒരു തിരിച്ചടിയാണ് സൈന്യം നൽകിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങളും തകർത്തു എന്നുള്ള കാര്യവും കൂടി വാർത്താ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പക്ഷേ ഏത് വിമാനമാണ്, അതിൻ്റെ എത്രണ്ണമാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും വിശദമായി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 7, 8, 9 തീയതികളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനം, അതിന് നൽകിയ മറുപടിയൊക്കെ കൃത്യമായി തന്നെ
സൈന്യം ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. മറ്റൊന്നുള്ളത് നേവിയുടെ ഭാഗത്തു നിന്നാണ്. നേവി പൂർണ്ണ സജ്ജരായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. കറാച്ചി തുറമുഖം പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. ഈ കറാച്ചി തുറമുഖം ആക്രമിക്കാൻ സജ്ജമായി നിൽക്കുകയായിരുന്നു നേവി എന്നുള്ളതാണ് വൈസ് അഡ്മിറൽ AN പ്രമോദ് ഡി ജി നാവികസേന പറഞ്ഞത്. അതിന് ആ ഒരു ഭയം കൂടി കൊണ്ടാണ് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറായി വന്നത് DGMOയുമായി. അങ്ങനെ കഴിഞ്ഞ ദിവസം DGMOയെ പാകിസ്ഥാൻ്റെ DGMO വിളിക്കുകയായിരുന്നു. അങ്ങനെ 3:35 ചർച്ച നടക്കുകയും അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രകോപനമുണ്ടായി എന്നുള്ള കാര്യവും കൂടി സൈന്യം പറയുന്നുണ്ട്. ഏതായാലും ഇനി പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് കാട്ടി ഒരു സന്ദേശം ഹോട്ട്ലൈനായി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് സൈന്യം ഈ വാർത്താ സമ്മേളനത്തിൽ. ഏതായാലും ഇത് പാകിസ്ഥാൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ്. മറ്റൊന്നുള്ളത് നാളെയും DGMOയെ തലത്തിൽ ചർച്ച നടക്കുമെന്നുള്ള കാര്യവും കൂടി സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റണി, അതിർത്തിയിൽ സമാധാനം പുലരുമ്പോഴും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യതലസ്ഥാനമുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും സുരക്ഷാ നടപടികളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും രാജസ്ഥാനിലും പഞ്ചാബിലും അതിർത്തി മേഖലയിൽ ഇപ്പോൾ സാധാരണ ഒരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു മുൻകരുതലിൻ്റെ ഭാഗമായാണ്. ഇന്നലെയും ഡ്രോണിൻ്റെയും അതുപോലെ തന്നെ സാന്നിധ്യം ഈ മേഖലയിലൊക്കെ കണ്ടിരുന്നത്. ഏതായാലും അതൊരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായും അല്ലെങ്കിൽ ഒരു ജാഗ്രതയുടെ ഭാഗമായാണ് ഇപ്പോൾ ആ മേഖലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ജാഗ്രത ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് അതിർത്തി മേഖലയിൽ എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഇന്നലെയും ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നത് 5 മണിക്കാണ് ഇന്നലെ. പക്ഷേ അതിനുശേഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. ഇന്നലെ ഈ ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഇന്നലെ പലയിടങ്ങളിലും ഷെല്ലാക്രമണത്തിൻ്റെതായ സമാനമായ കാഴ്ചകളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വെടിയൊച്ചകൾ കേട്ടു എന്ന് ഈ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും പറഞ്ഞിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഇന്നലെയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഈ ബ്ലാക്ക് ഔട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ ഈ അതിർത്തി മേഖലയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ആ അവധി നാളെയും തുടരുകയും ചെയ്യും.